അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സ്വാലിഹീൻ ബാബുൽ ഖൗഫ്, അല്ലാഹുടെ പേടി എന്ന ആ ബാബുടെ ഇന്റെ ലാസ്റ്റ് ക്ലാസ് ആയിട്ട് ഇന്നത്തെ ക്ലാസ് രണ്ട് ഹദീസ് ആയിട്ട് ഈ ക്ലാസ്സിൽ വിശദീകരിക്കപ്പോണ്ടത് അള്ളാഹുടെ അദാബിനെ കുറിച്ചും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഖിയാമത്ത് നാളിൽ അവിടെ അള്ളാഹു തആല ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഹദീസുകൾ പലതും ഞങ്ങൾ കേട്ട ഈ ബാബിൽ ചൊമ്മ ഹദീസ് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദീകരിച്ചിട്ടായിട്ട് ഇന്റെ ഇപ്പൊ 410 ഹദീസ് എന്തായിട്ട് ഈ ഹദീസിൽ ചൊല്ലത് ആഖിറത്തിൽ അതായത് സ്വർഗത്തുകെത്തുക ഇബാദത്തുകളെ നിങ്ങൾ അധികരിപ്പിക്കറു, അതിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കറു, അതിൽ ഉല്ലാസത്തോടു കൂടെ ഇബാദത്ത് ചെയ്യറു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രേരിപ്പിക്കുന്ന ഹദീസ് ആയിട്ട് എന്തായിട്ട് ഈ ഹദീസ് നോക്കാൻ നമുക്ക് ഹദീസ് പ്രവേശിക്കാം. വൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല കാര്യങ്ങളും നബി തങ്ങൾ ഉദാഹരണ രീതിയിലായിട്ട് പഠിപ്പാറ്റിയ അതുപോലെ പഠിപ്പാറ്റിയ ഒന്നായിട്ട് മൻ ഖാഫ, ഒരുത്തൻ പേടിച്ചെങ്കിൽ അദ്ലജ, അവൻ രാത്രി നടക്കും. വമൻ അദ്ലജ, രാത്രി ഒരുത്തൻ നടന്നാൽ ബലഗൽ മൻസില, അവന്റെ വീട്ടിൽ അവൻ എത്തും. അപ്പോൾ ഇവിടെ മൻ ഖാഫ, ഒരുത്തൻ പേടിച്ചാൽ ചെന്നെങ്കിൽ ശത്രുവിൽ നിന്ന് പേടിച്ചെങ്കിൽ ഒരുത്തർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ തിരുളാരെ ശത്രുവിടെ അവൻ പേടിച്ച എന്നാൽ കണ്ടെങ്കിൽ അവന് ജാമൻ അഞ്ഞ് നിൽക്കാണ്ട് എന്താക്കട അവൻ നടന്നിട്ട് അവൻ ഔത്തുകെത്ര. അപ്പം ഇത് എന്തൊക്കെ ചെന്നെങ്കിൽ ഒരുത്തൻ ഹറാമിൽ നിന്ന് അവൻ പേടിച്ചുകൊണ്ടിരിക്കടവന് അങ്ങനെയല്ല. ഒരുത്തൻ അവന് പിന്നെ ഇത് നോക്കാണ്ട് അവൻ ഇബാദത്ത് ചെയ്യുകയായിട്ടിക്കട അവൻ കൂടുതൽ നോക്കേ. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ഉദാഹരണ രീതിയിലായിട്ടിക്കട് ഇതിൽ ചൊല്ലേ അല അറിയണം ഇന്ന സിൽഅത്തുല്ലാഹി ഗാലിയ, അള്ളാഹുടേതായ ചരക്ക് ചൊല്ലത് അത് ഭയങ്കര വിലയുള്ളത്. അല ഇന്ന സിൽഅത്തുല്ലാഹിൽ ജന്ന, അള്ളാഹുടെ ചരക്കും ചൊല്ലത് സ്വർഗ്ഗമായിട്ടിക്കട്. അപ്പൊ അത് കിട്ടണമെങ്കിൽ അത് നമുക്ക് കിട്ടണമെങ്കിൽ എന്താക്കണം? ജാവും പോലും നോക്കാണ്ട് നടക്കണം. പുറത്തത് അവന്റെ സ്വത്തിന് മേലെ പേടിയുന്നേ കുടുംബത്തിൽ എത്തോപേനായി ജാവും പോലും നടന്നവൻ എത്തില്ലേ? ജാവും നോക്കാണ്ടവൻ നടക്കില്ലേ? എന്നാ അതേപോലെ അള്ളാഹുടെ സിൽഅത്ത് ചൊല്ലത്, അള്ളാഹുടെ ചരക്കും ചൊല്ലത് വലിയ വിലയുള്ളത്. സിൽഅത്ത് അള്ളാഹുടെ ചരക്ക് ചെന്ന് സ്വർഗ്ഗമായിട്ട് അത് കിട്ടണമെങ്കിൽ നല്ല ഇബാദത്ത് ചെയ്യണമുണ്ട്. ഇബാദത്ത് നല്ല പരിശ്രമിക്കണം. റവാഹു തിർമിദി വഖാല ഹദീസുൻ ഹസനും. അതൊരു ഉദാഹരണ രീതിയിൽ പരിപാടിയതായിട്ട് ഈ പദത്തിൽ അദ്ലജ എന്ന പദം ഈ ഹദീസിൽ ബിസ്കാലി ദാലക്ക് സുക്കൂനുണ്ട്. ഒമാന സാറ മിൻ അവലില്ലേ, അദ്ലജ എന്നെങ്കിൽ ജാവുടെ ആദ്യത്തിൽ അവൻ നടക്കടാണ്. വൽ മുറാദിന്റെ ഉദ്ദേശം അത്തശ്മീർ ഫിത്താത്തി, ഇബാദത്തിൽ നല്ല അധ്വാനിക്കണം, പരിശ്രമിക്കണം എന്നായിട്ട്. അല്ലാഹു അഅലം. അപ്പൊ ഈ ഹദീസിൽ ഉദ്ദേശം ഇബാദത്തിൽ പരിശ്രമിക്കണം. ഇനി 411 ഹദീസ് ഈ ബാബിലെ ലാസ്റ്റ് ഹദീസ് ആയിട്ട് വൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു, നബി സമയത്തു നാണ് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ ചൊല്ലതായിട്ട് നാണ് കേട്ട. എന്തിനെ ചൊല്ലേ? യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. ഹുഫാതൻ, അവർ ചെറുപ്പിടാത്തവരായിട്ട്, ഉറാത്തൻ, അവർ നഗ്നന്മാരായിട്ട്, ഗുർലൻ, സുന്നത്ത് കർമ്മം ചെയ്യപ്പെടാത്തവരായിട്ട്. നമ്മുടെ വയത്തിൽ എന്ന് പറയുമ്പോൾ കാല് ചെറുപ്പിന്ത സുന്നത്താക്കിയിട്ടിന്ത ഡ്രസ്സിന്ത ഇല്ല. അപ്പൊ ഖിയാമത്തിനാല് രണ്ടാമത് ഖബറിൽ നിന്നും എണീച്ചിട്ട് പണ്ടത് ഏതുപോലെ നമ്മുടെ ഭയത്തിൽ നിന്ന് പണ്ട് അതേ രൂപമായിട്ടിക്കല്, ഡ്രസ്സില്ല, പിന്നെ സുന്നത്ത് കർമ്മം ചെയ്തിട്ടില്ല, കാലിന് ചെറുപ്പില്ല. അങ്ങനെ ഖുൽതു, നാ കേട്ട യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അർരിജാലു വന്നിസാഉ ജമീഅൻ, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും അങ്ങനെ യൻദുർ ബഅ്ദുഹും ഇലാ ബഅ്ദ്, അപ്പറിപ്പറ നോക്കില്ലേ, കാണ്ടില്ലേ? ഖാല, അപ്പ നബി തങ്ങൾ ചന്തി, യാ ആയിഷ, യാ ആയിഷ, അൽ അംറു അശദ്ദു മിൻ അൻ യുഹിമ്മഹും ദാലിക, അങ്ങനെ എല്ലാരെയും ആ വിഷയത്തിൽ അതും ഇതും നോക്കിടത്തിനേക്കാളും ഏതായിട്ട് അതിലങ്ങ് ബാക്കി അവിടത്തിനേക്കാളും കടുപ്പത്തിലായിട്ട് വിഷയമുടെ അത്ര നോക്കിടാറ്. ഖിയാമത്ത് നാൾ സൂര്യൻ തലയുടെ മേൽ വന്ന് നിൽക്കും, മനുഷ്യൻ വേർത്തുലുകുമ്പത്തുക
മനുഷ്യന് അവനവനാക്കിയ തപ്പുടെ വിഷയത്തിൽ അവനവൻ ആലോചനാക്കിയിട്ടും ചിന്തിച്ചോണ്ടിരിക്കുമ്പോ അപ്പുറത്ത് നിൽക്കണേ ഇപ്പുറത്ത് നിൽക്കണവന്റെ ശരീരം നോക്കവും ഔറത്ത് നോക്കവും എപ്പോ പുരുഷത്തില്ലേ? അത് അല്ലെ ഒരു മനുഷ്യ ടെൻഷനിലായി ബേജാറിലായിട്ടിരിക്കുമ്പോഴത്തേക്കും ഏതിന്യൻ കണ്ട അവന്റെ കണ്ണ് കണ്ട അപ്പൊ ഒന്നും നോക്കില്ലല്ലേ? അപ്പൊ കാര്യം ആയിഷ അതിനേക്കാൾ കടുപ്പമായിട്ടിക്കരുത്. അതങ്ങനെ അൽ അമ്രു കാര്യം അഹമ്മിൻ ഒത്ത പിന്നത്തെ നോക്കുന്നതിനേക്കാളും വലിയ വിഷയമായിട്ടിക്കട അവിടെ എന്താണെങ്കിൽ അങ്ങങ്ങ ചെയ്ത നല്ല സാലിയായ അമലിൽ നിങ്ങൾ രക്ഷപ്പെട്ടേക്ക് തന്നെ ആലായിട്ടിക്കരുത്. അപ്പൊ പിന്നത്തെ നോക്കോടെ കുറിച്ചത്തില്ല, സമയമില്ല. അവിടെ അങ്ങനത്തെ നോക്കടെ പൊസിഷൻ അല്ല. മുത്തഫഖുൻ ഇനി ഇതിൽ മോചമായി ഗൈറ മഖ്തൂനീന സുന്നത്ത് കർമ്മം ചെയ്യപ്പെടാത്തവരായിട്ട്. അപ്പോൾ ഖിയാമത്ത് നാളിന്റെ ഗൗരവത്തെ കുറിച്ചായിട്ട് ഈ ഹദീസിൽ ചെന്നത് അണ്ട് മനുഷ്യന്മാർക്ക് എന്തില്ല അവന്റെ നോക്കടെ ഓന്റെ നോക്കടെ അപ്പുറത്ത് നോക്കടെ ഇപ്പുറത്ത് നോക്കടെ അപ്പുറത്ത് ബാപ്പുണ്ട് ഇപ്പുറത്ത് മോനുണ്ട് മക്കളുണ്ട് ഇതൊന്നും ചിന്തിക്കണമെങ്കിൽ സമയമല്ല അവിടൊക്കെ അങ്ങനല്ലതേ ശരീരമേ ആൾക്കാർക്ക് വലിയത്. ചെന്നെങ്കിൽ അങ്ങ് രക്ഷപ്പെടക്കുള്ള തെരുവായിട്ട് അവിടെ നോക്കടെ എന്നുള്ളത്. അപ്പൊ അത് അവിടുത്തെ ഗൗരവത്തെ കുറിച്ചായിട്ട് അള്ളാഹുടെ ആ ഖിയാമത്ത് നാളിലുള്ള ആ ഒരു ശിക്ഷയുടെ ഗൗരവം, അള്ളാഹുടെ ശിക്ഷയുടെ ഗൗരവം, അതിനോട് പേടി. അള്ളാഹു ഇരു ലോകത്തിലും രക്ഷപ്പെട്ട സ്വാലിഹ്യങ്ങളിൽ മുത്തഖീങ്ങളിൽ നഗരപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടു കൂടെ കാതുകൊടുത്ത മറ്റുള്ള എത്തിക്കുക. 50-ാമത്തെ ബാബായിട്ടിക്കടെ എൻ്റെ വിവരിച്ചത് അങ്ങനെ ക്ലാസ് തുടങ്ങിയിട്ട് 400 പോകുന്ന ഹദീസൈത്ത് ഇന്ന് 51-ാമത്തേത് ബാബുർ റജാ എന്ന ബാബായിട്ടിക്കടെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ദുആ വസിയത്തോടു കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.